ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നുള്ളത് മേഘാലയയിലേക്ക് എങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ പോയി വരാം എന്നുള്ളതാണ്. മേഘാലയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പച്ചപ്പാണ്, എല്ലാ നാച്ചുറൽ ആ ഒരു ഇതാണ് എല്ലാവർക്കും മനസ്സിൽ ഓർമ്മ വരാം. മോളിംഗ് ലോങ്ങും പിന്നെ കുറേ വാട്ടർഫാൾസും ചിറാപുഞ്ചിയൊക്കെയാണ് എല്ലാവരും മനസ്സിൽ വരിക. അപ്പോൾ മേഘാലയയിലേക്ക് എങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ, അതായത് ഞാൻ 9,000 രൂപയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 9,000 രൂപക്ക് ഫുഡില്ലാതെയാണ് 9,000 രൂപ. 9,000 രൂപക്ക് എങ്ങനെ മേഘാലയയിൽ പോയി വരാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് മേഘാലയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസാണ് വരുന്നുള്ളത്. ബൈ ട്രെയിൻ, ബൈ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് ആണെങ്കിൽ 8,000 ആ ഒരു റേഞ്ച് വൺ സൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ പ്ലാനിൽ പറയാൻ പോകുന്നുള്ളത് ബൈ ട്രെയിനാണ്. അപ്പോൾ ട്രെയിൻ വരുന്നുള്ളത് ഡെയിലി ട്രെയിൻ വരുന്നുണ്ട്. വിവേക് എക്സ്പ്രസ് ആണ് ഡെയിലി വരുന്നുള്ളത്. അപ്പോൾ അതിൽ എറണാകുളത്ത് നിന്ന് ട്രെയിൻ ടിക്കറ്റ് വരുന്നുള്ളത് സ്ലീപ്പർ ക്ലാസ് 1,030 ലോ ബഡ്ജറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സ്ലീപ്പർ ക്ലാസ് എടുത്തിട്ടുള്ളത്. ജനറൽ ക്ലാസ്സിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാതായിരിക്കും, നല്ല കഷ്ടമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ സ്ലീപ്പർ ക്ലാസ് വന്നിട്ടുള്ളത്. നല്ല പോലെ പോകണമെന്നുണ്ട് ആൾക്ക്, നല്ല സേഫായിട്ട് നല്ല കംഫർട്ടായി പോകണമെന്നുണ്ട് ആൾക്ക് AC തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ സ്ലീപ്പർ ക്ലാസ് വരുന്നുള്ളത് 1,030 രൂപയാണ്. രാത്രി 11:45 എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുന്നുള്ളത്. അവിടെ നിന്ന് 2 ദിവസവും 9 മണിക്കൂറും എടുത്തുകൊണ്ട് മൂന്നാമത്തെ ഡേ 9:05 രാവിലെ 9:05 ആകുമ്പോഴേക്കും ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിലെത്തും. ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നുള്ളത്. അങ്ങനെ ഗുവാഹത്തിയിൽ തന്നെ ബൈക്ക് റെൻറ്റിനെടുത്ത്, ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടറിന് 500 മുതൽ 1,500 വരെ വരുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ബൈക്ക് അനുസരിച്ചിട്ടുണ്ടാവും. സാധാ ഇൻഡോർക്ക് അതുപോലത്തെ ആക്സസ് പോലത്തെ സ്കൂട്ടർ ആണെങ്കിൽ 500-600 ആ ഒരു റേഞ്ചിലേക്ക് കിട്ടും. തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ ഡെയിലി ട്രെയിൻസ് അവൈലബിൾ ആണ്. ഗുവാഹത്തി സ്റ്റേഷനിൽ നിന്ന് രാവിലെ 7:05 എടുത്താൽ 2 ഡേയ്സും 9 ഹവേഴ്സും കൊണ്ട് 2:30-3 മണിയാകുമ്പോൾ എറണാകുളം നോർത്തിലേക്ക് എത്തും. ബാക്കി ഗുവാഹത്തി എത്തിയത് മുതൽ തിരിച്ച് ഗുവാഹത്തി എത്തുന്നത് വരെയുള്ള ഫുൾ പ്ലാന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, PDF ആയിട്ടുള്ളത്. അതിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. മേഘാലയയുടെ സീസൺ പറയുകയാണെങ്കിൽ നവംബർ മുതൽ മെയ് വരെ ആണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ ജൂൺ മുതൽ സെപ്റ്റംബർ ആണെങ്കിൽ റെയിനി ആയിരിക്കും, അതും വേറെ വൈബാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ലോ ബഡ്ജറ്റ് പ്ലാൻ എവിടേക്ക് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.